എന്നെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിയപ്പോ തൃപ്തിയായല്ലോ നിനക്ക്, അല്ലേ? എന്താ നീ മിണ്ടാത്തത്? നാവറങ്ങിപ്പോയോ? പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുക, അതാ നീ ഇവിടെ ചെയ്തത്. കഴിഞ്ഞോ പറഞ്ഞത്? കഴിഞ്ഞെങ്കിലേ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിച്ചോ. നീ ചോദിക്കുന്ന എന്ത് ചോദ്യത്തിനും ഞാൻ ഉത്തരം തരാം. എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. കാരണം ഞാനൊരു കള്ളത്തരവും കാണിക്കുന്നില്ല. ശരി, മാലിനിയുടെ വീട്ടിൽ ഞാൻ പോയി. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്താ അത് തെറ്റല്ലേ? നീ ഒരിക്കലും ആ വീട്ടിൽ പോകാൻ പാടില്ലായിരുന്നു. എന്റെ ഭർത്താവ് പകലും രാത്രി ഇല്ലാതെ കയറി ഇറങ്ങുന്ന ആ വീട്ടില് ഞാൻ ചെല്ലരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? പറയാം, പക്ഷെ ആ പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഞാൻ പോകും, ഇനിയും പോകും. അങ്ങനെ പോയതുകൊണ്ടാണല്ലോ ചിലതൊക്കെ എനിക്ക് കാണാൻ പറ്റിയത്. നീ എന്ത് കണ്ടു? നിങ്ങളും അവളും കൂടിയുള്ള ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീട്ടില്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് കാണുന്നത് നല്ലൊരു കാഴ്ചയാണല്ലോ, അല്ലേ? അതെനിക്ക് അനുഭവിക്കാൻ പറ്റിയത് ആ വീട്ടിൽ പോയതുകൊണ്ടാ. നിങ്ങൾ ആ വീട്ടിൽ പൂർത്തി തുടങ്ങി എന്നതിന്റെ സകല ലക്ഷണങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് നിങ്ങൾ എത്രയൊക്കെ ന്യായീകരിച്ചാലും അത് അങ്ങനെയല്ല എന്നതിന്റെ തെളിവായിരുന്നു ആ വീട് മുഴുവൻ. ഇന്നത്തെ എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു. മിണ്ടാതെ എല്ലാം സഹിച്ച് ഞാൻ നിൽക്കുന്നത് പാവം എന്റെ ഡാഡി ഓർത്ത് മാത്രം. എന്റെ ജീവിതം തകർന്നു പോകുന്നത് ആ മനുഷ്യനാ. ഇനി ഒരിക്കൽ കൂടിയത് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ ഞാനാണ് തെറ്റുകാരൻ, അല്ലേ? അതെ, അതിലൊരു സംശയം എനിക്കില്ല. നിങ്ങൾ തന്നെയാണ് തെറ്റുകാരൻ. ഈ ബന്ധം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിന്റെ ദോഷം. ഒരു ഡോക്ടർക്ക് കഴിവുണ്ടായാൽ മാത്രം പോരല്ലോ, നല്ലൊരു സ്വഭാവം കൂടി ഉണ്ടാവണ്ടേ. മാലിനി കാരണം നിങ്ങൾക്ക് നാണം കെടേണ്ടി വരും. അതിൽ നിന്ന് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം മാലിനിയെ ഒഴിവാക്കാൻ നോക്ക്. എനിക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടം തന്നെയാ. മാലിനിയെ ഒഴിവാക്കി പൂർണ്ണമായിട്ടും തിരിച്ചു വരുന്ന നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, നിങ്ങൾ മാത്രം. സാറ് കേസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അവൻ കുറച്ച് വയലന്റായിട്ട് നിൽക്കുക. മാമച്ചനോടാ ദേഷ്യം മുഴുവൻ. അതിന് ഞാനെന്ത് ചെയ്തു? താനെന്ത് ചെയ്തൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, അവൻ അകത്തായി എന്നുള്ളതാ. എടോ, ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട്. ആ കൊച്ചിന്റെ പേരും പറഞ്ഞ് അവൻ എന്നോട് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ ആലോചിക്കേണ്ടത്. അതെ, അത് തന്നെ ആലോചിക്കേണ്ടത്. അതിനുള്ള വഴിയാ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു. താൻ കൊടുത്തത് കടമാണ്. അങ്ങനെ പറഞ്ഞാൽ രണ്ടാണ് ഗുണം. ഒന്ന്, അവന് ജാമ്യം കിട്ടും. പിന്നെ തനിക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ആ കാശ് ഭാവിയിൽ തനിക്ക് തിരിച്ചു ചോദിക്കാം. ഓ, അതൊന്നും വേണ്ട, പോയത് പോയി. അവനെ ഇറക്കാൻ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് വക്കീൽ അങ്ങോട്ട് ചെയ്യാം. ഞാൻ സഹകരിക്കാം. അത് മതി. മാമച്ചന്റെ സഹായം ഉണ്ടെങ്കിൽ അവനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. കടമെങ്കിൽ കടം, ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ വന്ന് പറഞ്ഞോളാം. അത് മതി, ബാക്കി ഞാൻ ഏറ്റു. ശരി ശരി. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല സ്വാമി. അതുകൊണ്ടാണ് തന്നോട് വരാൻ പറഞ്ഞു. നിരഞ്ജന്റെ ജീവിതത്തിൽ മാലിന്യം പിടിമുറുക്കി കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ ഇതെവിടെ ചെന്ന് നിൽക്കുന്നത് എനിക്കൊരു രൂപവുമില്ല. നാട്ടുകാർ മുഴുവൻ പിറുപിറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാറ്. മാലിന്യം നിരഞ്ജ സാറ് എപ്പോഴും ഒന്നിച്ച പലരും പലയിടത്ത് വെച്ച് അവരെ കാണുന്നുണ്ട്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അക്ഷര മേഡത്തിന് വേറെ കല്യാണം ആലോചിക്കേണ്ടി വരും. ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയല്ലേ സ്വാമി. ഒരു ദുരന്തത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടവളാ എൻ്റെ മോള്.